അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലഅഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സ്നേഹാദരണീയരായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇസ്ലാഹി സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഏറെ ശ്രദ്ധേയമായ, ഏറെ പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ ശ്രദ്ധേയമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി സജീവമാണ്. ഭീകരതയ്ക്കെതിരെ എന്ന അതിശക്തമായ പ്രഖ്യാപനം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും, കേരളത്തിനകത്തും പുറത്തും, കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് മുന്നിൽ പ്രമാണങ്ങളിൽ നിന്ന്, ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഭീകരത എല്ലാ അർത്ഥത്തിലും അതിക്രമവും തോന്നിവാസവുമാണ് എന്നും ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു പറയുകയും ഇസ്ലാമിൻ്റെ നിലപാടും ഇസ്ലാമിക ആശയവും ആദർശവും എന്തെന്നും ലോകങ്ങളുടെ മുന്നിൽ ഹൃദയം തുറന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ. ഇന്ന് ലോകത്ത് ഏറെ നിരന്തരമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. ലോകത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം ഏത് എന്ന ചോദ്യത്തിന്, ലോകത്തെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിനും, ലോകത്തെ ഏറെ വിമർശന വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിനും ഇസ്ലാം എന്ന ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത്രമേൽ വിമർശിക്കപ്പെട്ടിട്ടും, ഇത്രമേൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും, ഇത്രമാത്രം എല്ലാ അർത്ഥത്തിലുമുള്ള പുകമറകൾ സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ സത്യത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികളുടെ നിരന്തരമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്നും ജനലക്ഷങ്ങളെ, ജനകോടികളുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ ഇസ്ലാം എന്ന മഹിതമായ ആദർശത്തിന് കഴിയുന്നു എന്നതാണ് ഒരു പച്ച പരമ യാഥാർത്ഥ്യം. അതെ, ലോകത്തിൻ്റെ ഏതേത് കോണുകളിലും ഇന്ന് ഇസ്ലാം സജീവ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെതിരെ വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ നിരന്തരം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഉള്ളവന്റെ വിഷയവും അതേ വിമർശനങ്ങളെ അതിജയിച്ച ഇസ്ലാം എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, എന്ന് മഹിതമായ തൗഹീദി ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചോ, അന്നു മുതൽ തന്നെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങളുമായി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എക്കാലഘട്ടത്തിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും, മൂസ നബിയാണെങ്കിലും, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും, അവരെല്ലാം പഠിപ്പിച്ച മഹിതമായ ദൈവികമായ ആശയത്തെ, ആദർശത്തെ ജനങ്ങൾ നേരിട്ടിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണമായി, അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇന്ന് ബോധപൂർവം പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നോണം ഇസ്ലാമിന്റെ തലയിൽ ഭീകരത കെട്ടിവെക്കാൻ, മുസ്ലിങ്ങളുടെ തലയിൽ ഭീകരത കെട്ടിവെക്കാൻ, വിശുദ്ധ ഖുർആൻ ഭീകരത ആശയത്തിന്റെ പ്രചാരക ഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നടപടിക്രമങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഭീകരതയെയും വർഗീയതയെയും എല്ലാ അർത്ഥത്തിലും വളർത്തിയെടുക്കുന്ന നിലപാടുകളുണ്ട് എന്ന് സ്ഥാപിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇപ്പറയുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങളുടെ പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങളും ഇസങ്ങളും ദർശനങ്ങളും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി പേരിൽ തന്നെ ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതം ലോകത്തുണ്ടെങ്കിൽ, ഒരു ജീവിത രേഖ ലോകത്തുണ്ടെങ്കിൽ, ഒരു ജീവിത ദർശനം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അതെങ്ങനെ ഭീകരതയാകും? ലോകത്ത് നിരവധി മതദർശനങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് തങ്ങളുടേതായ ആരാധന, ആചാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്.
എന്നാൽ നിർബന്ധ ഐച്ഛിക നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കുമ്പോൾ പോലും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മതസമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അവരെ എങ്ങനെയാണ് ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്താനാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ഒരു ഫറള് സുന്നത്ത് നമസ്കാരത്തിൽ നിന്ന് ലോക മുസ്ലിമിന് വിരമിക്കാനാവില്ല. നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരേണ്ട മന്ത്രം പോലും അല്ലാഹുമ്മ അൻത സലാമു മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. സത്താവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന ദിക്റ് ചൊല്ലുന്ന ലോക മുസ്ലിങ്ങളെ അങ്ങനെ അവർ ചൊല്ലേണ്ടതുണ്ട്, ദിക്റ് ചൊല്ലേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഇവർ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏതേത് തോന്നിവാസങ്ങളും അല്ലെങ്കിൽ ഇന്നലകളിലെ ചരിത്രങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ ലോകം കണ്ട അതിക്രമങ്ങൾ, ലോകം കണ്ട രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ, ലോകം കണ്ട പച്ച തോന്നിവാസങ്ങൾ, ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഈ അടുത്ത കാലത്താണ് ഈ അൽ-ഖായിദയും താലിബാനും ഇപ്പൊ ISIS ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ, ഇന്നലകളിലെ പേര് അൽ-ഖായിദയും അതേപോലെ താലിബാനുമാണെങ്കിൽ ഇന്ന് ISIS ആണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊരു പേരിലായിരിക്കും ഇവരെല്ലാം കടന്നു വരിക. എന്നാൽ ലോകത്തെ ഞെട്ടിപ്പിച്ച എന്തുമാത്രം അതിക്രമങ്ങൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. എത്രയെത്ര എല്ലാ അർത്ഥത്തിലും രക്തം ചിന്തുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാന കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഭാഗമായി ലോകത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുറുതി ചെയ്യുവാനുള്ള ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് ഈ പറയുന്ന തൽപര കക്ഷികൾക്ക് പ്രചോദനം നൽകിയതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, മുഹമ്മദ് നബിയുണ്ടോ, വിശുദ്ധ ഖുർആനുണ്ടോ? ഇല്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമെന്നോണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്യുവാൻ മാത്രമുള്ള വികൃത നടപടിക്രമങ്ങൾക്ക് തിരികൊളുത്തിയ സാമ്രാജ്യത്വ കുത്തകളുടെ തലയിലും തലച്ചോറിലും മനസ്സിലും ഈ വികൃത ചിന്തകൾ കുത്തി നിറച്ചതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, ഖുർആനുണ്ടോ, മുഹമ്മദ് നബിയുണ്ടോ? ഗൗരവത്തോടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിക ആശയവും ആദർശവും ഭീകരതയാണെന്ന് വരുത്തി തീർക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തൽപര കക്ഷികളോട് അല്ലെങ്കിൽ അത്തരം വികൃത ദുഷ്ടചിന്തകൾ വെച്ച് പുലർത്തുന്നവരോടായി നമുക്ക് പറയാനുള്ളത്, റഷ്യയിൽ അതേ സമത്വസുന്ദരമായ സ്വർഗലോകം പടക്കാൻ വേണ്ടി ഉട്ടോപ്യൻ ആശയത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രമിച്ചയാളുകൾ റഷ്യയിലെ 2 കോടി കർഷകരെയാണ് പട്ടിണി കിട്ടുകൊന്നത്. ഈ 2 കോടിയിലോളം വരുന്ന കർഷകരെ പട്ടിണി കിട്ടു കൊല്ലുവാൻ മാത്രം അവരുടെ മനസ്സിലും ചിന്തയിലും ഇത്തരം വികൃത ചിന്തകൾ കുത്തിനിറച്ചതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, ഖുർആനുണ്ടോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുണ്ടോ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമെന്നോണം 10-45 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശവും പ്രചോദനവും നൽകിയതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, ഖുർആനുണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുണ്ടോ? ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത അത് മാവോവാദികളുടെ തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പും നമ്മോട് ഇന്ത്യക്കാരോട് ലോകത്തോട് തുറന്നു പറഞ്ഞു. ഈ പറയുന്ന മാവോവാദികളുടെ തലയിലും തലച്ചോറിലും ഇത്തരത്തിലുള്ള വികൃത ചിന്തകൾക്ക് അവരുടെ കയ്യിൽ AK-47 കൊടുത്ത് വലിക്കടാ കാഞ്ചി എന്ന് ആവശ്യപ്പെട്ടതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, മുഹമ്മദ് നബിയുണ്ടോ, ഖുർആനുണ്ടോ? ഇന്ത്യ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനം അസമിൽ ഉൾഫ തീവ്രവാദികളുടെ പ്രവർത്തനമാണ് എന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പും പ്രതിരോധ മന്ത്രി വരെ മലയാളി സമൂഹത്തോടും ഇന്ത്യൻ സമൂഹത്തോടും തുറന്നു പറഞ്ഞതാണ്. ഈ പറയുന്ന മാവോവാദികൾക്ക് ശേഷം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായ ഉൾഫയിലെ അസമിൽ ഉൾഫ തീവ്രവാദികളുടെ കയ്യിൽ ബോംബ് കൊടുത്ത് ബോംബുകൾ വർഷിച്ച് നിരപരാധികൾ അറുകൊല ചെയ്യുവാനുള്ള ആവേശം നൽകിയതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, ഖുർആനുണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? ആത്മഹത്യാ സ്ക്വാഡുകളായി തെരുവിലിറങ്ങി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അറുകൊല ചെയ്യുന്ന വികൃത നടപടിക്രമങ്ങൾക്ക് പുലികൾക്ക് അത്തരം ആവേശവും പ്രചോദനവും നൽകിയതിന്റെ പിന്നിൽ അവർ ചെയ്ത അതിക്രമത്തിന്റെ ഭാഗമെന്നോണം ഇന്ത്യയുടെ ആദരണീയനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടക്കം ചിന്ന ഭിന്നമായി ഈ മണ്ണിലാണ് പടഞ്ഞു മരിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ പുലികൾക്ക് ഈ വികൃത ചിന്തകൾ കുത്തിനിറച്ചതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, മുഹമ്മദ് നബിയുണ്ടോ, ഖുർആനുണ്ടോ? വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭാഗമെന്നോണം അഭയാർത്ഥി ക്യാമ്പുകളിലെ 8, 10, 15 വയസ്സുള്ള മക്കളുടെ കടയിലേക്ക് ഭക്ഷണപ്പൊതി എന്ന വ്യാജേനെ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ വലിച്ചെറിഞ്ഞ അമേരിക്കൻ സാമ്രാജ്യത്വ കുത്തകകൾ ഭക്ഷണം ഒരു നേരത്തെ ഒരു പിടി ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ പറയുന്ന വിമാനങ്ങളുടെ അടുക്കലേക്ക്, ഹെലികോപ്റ്ററുകളുടെ അടുക്കലേക്ക് ഓടിക്കതച്ച് ഇപ്പൊ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നിന്ന് 5
5, 8, 10, 15 വയസ്സുള്ള ചെറിയ പൈതലുകൾ ഛിന്ന ഭിന്നമായി അവരുടെ കൈയും കാലും നെഞ്ചും കൂടും ഛിന്ന ഭിന്നമായി ആകാശത്ത് ചിതറിത്തെറിക്കുന്ന ഒരു വല്ലാത്ത ചിത്രം കണ്ട് ലോകം ഞെട്ടിത്തെരിച്ചിട്ടുണ്ട്. ഈ വികൃത ചിന്തകൾക്ക് ആവേശം നൽകിയതിന്റെ പിന്നിൽ ഇസ്ലാമുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, മുഹമ്മദ് നബിയുണ്ടോ, ഖുർആനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം എന്ന മഹിതമായ ആശയത്തിനും ആദർശത്തിനുമെതിരെ ഇത്തരത്തിലുള്ള വികലമായ വിമർശനങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുക? പിന്നെ ഈ പറയുന്ന അൽ-ഖായിദയോ അല്ലെങ്കിൽ താലിബാനോ അതുമല്ലെങ്കിൽ ISIS ഇവരെല്ലാം ഇസ്ലാമിക ഭീകരവാദികൾ എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ഇസ്ലാമിക ഭീകരവാദികളാവുക? അവരെ കുറിച്ച് തന്നെ നോം ചോംസ്കിയെ പോലുള്ള ബുദ്ധിജീവികൾ പറയുന്നു ISISന്റെ പിന്നിൽ അമേരിക്കയാണ് എന്ന്. ടോണി ബ്ലെയർ തുറന്നു പറയുന്നു സദ്ദാമിനെ തുടച്ചു നീക്കിയതിന്റെ പിന്നിൽ, അവിടെ ISIS വളർന്നു വരുന്നതിന് പിന്നിൽ ഞാനടക്കം ബുഷിന്റെ അടക്കം കറുത്ത കരങ്ങളുണ്ട് എന്ന്. ഈ കുംഭസാരം നടത്തുമ്പോഴേക്കും ഇറാഖിൽ ഏറെക്കുറെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഏകദേശം 6.5 ലക്ഷം ആളുകൾ പിടഞ്ഞു മരിച്ചിട്ടുണ്ട്, അറുകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യത്യസ്തങ്ങളായ പഠന റിപ്പോർട്ടുകൾ നമ്മെ ത്വര്യപ്പെടുത്തുന്നത്. നമ്മൾ എങ്ങോട്ടാണ് അന്വേഷിക്കേണ്ടത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മജീദ് സ്വലാഹി സൂചിപ്പിച്ചതുപോലെ, അവർ ഇസ്ലാമും മുസ്ലിങ്ങളോടും താല്പര്യമുള്ളവരാണെങ്കിൽ അവർ തൊട്ടടുത്ത പ്രദേശം, അതേ സിറിയയുടെ ഗോലാൻ കുന്നിന്റെ തൊട്ട് താഴെയുള്ള പ്രദേശമാണല്ലോ ഇസ്രായേൽ, അവിടെ ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാത്ത ഇവരാണ് ഫ്രാൻസ് ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബ് പൊട്ടിക്കുന്നത്. അതെ, ലക്ഷ്യം എന്താണ്? താല്പര്യം എന്താണ്? സമാധാനത്തിന്റെ മഹിതമായ ആശയത്തെ, ആദർശത്തെ ആദർശപരമായി പ്രമാണബദ്ധമായി എതിർക്കാനും ചോദ്യം ചെയ്യാനും, അല്ലെങ്കിൽ ആ രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹിതമായ ആശയത്തെയും ആദർശത്തെയും ശക്തമായ അതിന്റെ ധാർമ്മിക രംഗത്തെ കുതിച്ചുചാട്ടത്തെയും ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന വിശുദ്ധമായ ദൈവികമായ വചനങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉജ്ജ്വലമായ മാതൃകക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൽപ്പില്ലാത്ത ഇരുട്ടിന്റെ ശക്തികളുടെ മൂന്നാംകട നടപടിക്രമമാണ് ഇസ്ലാമിനെ തെരുവിൽ തെറിവിളിക്കുക എന്നത്. ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും തെരുവിൽ തെറിവിളിക്കുക എന്നത്, ഇസ്ലാമിനെ ആരും പഠിക്കാനും കേൾക്കാതിരിക്കുവാനും വേണ്ടി ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്, ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും മാനവവിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക എന്നത്, ആ ശ്രമങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം. നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മഹിതമായ ആശയങ്ങളെപ്പോലും, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെപ്പോലും സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഏതെല്ലാം അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു? അറബിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഖുർആനാവുക? ആരെങ്കിലും അറബിയിൽ ഏതെങ്കിലും ഒരു പദമോ ഒരു ഇബാറത്തോ വായിച്ചാൽ അതെങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനമാകും? എന്താണ് ഖുർആൻ, ഏതാണ് ഖുർആന്റെ വരികളെന്നും ഏതാണ് ഹദീസിന്റെ വരികളെന്നും കൃത്യമായ ബോധമുള്ള ലോക മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള അറബി വർത്തമാനങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമം നടത്തുന്ന ആളുകൾ വരെ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരെ എക്കാലഘട്ടത്തിലും അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളുടെ മുന്നിൽ തലയും താത്തി നിൽക്കുകയല്ല ഇസ്ലാമിക സമൂഹവും പണ്ഡിതന്മാരും ചെയ്തത്. നെഞ്ചു വിരിച്ച് തലയുയർത്തി ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തെ എക്കാലഘട്ടത്തിലെയുമുള്ള പണ്ഡിതന്മാർ. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആകട്ടെ, ഷെയ്ഖ് അൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആകട്ടെ, അതേ തുടങ്ങി മലയാള മണ്ണിലെ സനാഉല്ലാ മക്തി തങ്ങളാകട്ടെ, കേരളത്തിന്റെ തെരുവുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകങ്ങളും ലഘുലേഖയും ഇറക്കിയിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ. അവരുടെ തലവെട്ടാനോ അവരെ കല്ലെറിയാനോ അവരുടെ കഴുത്തെറിയാനോ അല്ല കഴുത്തെറുക്കാനോ അല്ല സനാഉല്ലാ മക്തി തങ്ങൾ മെനക്കെട്ടത്. മറിച്ച് അക്കമിട്ട് മറുപടി പറഞ്ഞു സനാഉല്ലാ മക്തി തങ്ങൾ. കേരളത്തിൽ സനാഉല്ലാ മക്തി തങ്ങൾക്ക് ശേഷം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും KM മൗലവിയാണെങ്കിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണെങ്കിലും ഇവരെല്ലാം ചെയ്ത ദൗത്യം അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെതിരെ എക്കാലഘട്ടത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങളെ പക്വതയോടെ പാകതയോടെ നോക്കിക്കണ്ട് പ്രമാണബദ്ധമായി മറുപടി പറയുകയും നിയതമായ രീതിയിൽ പ്രതികരിക്കുക എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മാതൃക. അതേ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിൽ നിന്നും തെന്നി മാറ്റി നമ്മളെ പ്രകോപിതരാക്കി തെരുവിലിറക്കലാണ് ഇരുട്ടിന്റെ ശക്തികളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങളെ തെരുവിലിറക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കുത്തണം. ആരാണ് അവരുടെ ഹൃദയം? അവരവരുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, മുസ്ലിങ്ങൾ തങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, അവരുടെ മാതാപിതാക്കളേക്കാൾ സ്നേഹിക്കുന്ന, അവരുടെ ചോരകളായ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചാൽ മുസ്ലിമിന്റെ ഹൃദയം പടയും, അവന്റെ കണ്ണ് നിറയുമെന്ന് കൃത്യമായി അറിയാം ഇരുട്ടിന്റെ ശക്തികൾക്ക്.
അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാം ഭീകരതയാണെന്നുള്ള പുകമറ സൃഷ്ടിക്കാൻ ഒരു പരിധിവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഇസ്ലാം സമാധാനത്തിന്റെ മഹിതമായ ആദർശമെന്ന് ബോധ്യപ്പെടുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ആ ബുദ്ധിജീവികൾ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഏതൊരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കാൻ, ഏതൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങൾ സെപ്റ്റംബർ 11 എന്ന നാടകം സൃഷ്ടിച്ചോ ആ ലക്ഷ്യത്തിൽ നിന്ന് കാര്യങ്ങൾ തെന്നിമാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇതേ സാമ്രാജ്യത്വ കുത്തകകൾ, ഇതേ ഇരുട്ടിന്റെ ശക്തികൾ പ്രവാചകനെ തെറി പറഞ്ഞാൽ മാത്രമേ മുസ്ലിങ്ങളെ തെരുവിലിറക്കാനാവൂ, എങ്കിൽ മാത്രമേ അവരൊന്നുകൂടെ ഭീകരവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമെന്നോണം ഡാനിഷ് കാരിക്കേച്ചറുകൾ ഇറങ്ങുന്നു എന്നതാണ് സത്യം. അതിന്റെ ഏറ്റവും പുതിയ മുഖമാണ് ഇപ്പൊ ഷാർലി എബ്ദോ പത്രോഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ കാരിക്കേച്ചറുകളും ആ പത്രോഫീസിലെ പത്രാധിപരെ അടക്കം ചില ആളുകൾ ഭീകരവാദികൾ എന്ന ആളുകൾ അത് കാഞ്ചി വലിച്ച് വെടിവെച്ച് കൊന്നൊടുക്കിയതും പത്രങ്ങളായ പത്രങ്ങളും എല്ലാവരും എഴുതി ഇസ്ലാമിക ഭീകരത എന്ന്, മുസ്ലിം തീവ്രവാദികളെന്ന്. എന്നാൽ അമേരിക്കയുടെ ചലനമാണെങ്കിലും ഫ്രാൻസിന്റെ ചലനമാണെങ്കിലും ഇറ്റലിയുടെ ചലനമാണെങ്കിലും ഇന്ത്യയുടെ ചലനമാണെങ്കിലും ചൈനയുടെ ചലനമാണെങ്കിലും പാകിസ്ഥാന്റെ ചലനമാണെങ്കിലും പരസ്പരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ലോകരാഷ്ട്രങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രാൻസിലെ ഷാർലി എബ്ദോ പത്ര ഓഫീസിലേക്ക് നടന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ട കൃത്യമായി നിരീക്ഷണം നടത്തിയ റഷ്യൻ അക്കാഡമിക് ഓഫ് ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന്റെ മേധാവി ലോകത്തോട് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഇസ്ലാമോ മുസ്ലിങ്ങളൊന്നും അല്ല, മറിച്ച് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഇവനാണ്. അല്ലെങ്കിലോ അവര് വളർത്തിയെടുത്ത, അവര് പരിശീലനം കൊടുത്ത് വളർത്തിയെടുത്ത തനി വാടക ഗറില്ല ഗ്രൂപ്പുകളെന്ന്. ഇന്ന് റഷ്യക്കാർ എന്നും അമേരിക്കക്കാരന്റെ ശത്രുവായതുകൊണ്ട് തൽക്കാലം റഷ്യക്കാരനെ മാറ്റിവെക്കാം. ഇറ്റാലിയൻ യുദ്ധ നിരീക്ഷകൻ അൽറ്റോ കിയാൻലി ലോകത്തോട് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഈ രണ്ട് ശക്തികൾക്കല്ലാതെ ഇത്ര കൃത്യമായി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്നാൽ അതുവരെ എഴുതിയ പത്രങ്ങൾ, അതുവരെ ഉണ്ടാക്കിയ പുകമറകൾ, അതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോഴേക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 2 വരി എഴുതുമ്പോഴേക്കും അഥവാ ഒരു പത്ര ഓഫീസിലേക്ക് തന്നെ കടന്നു കയറി ആളുകളെയെല്ലാം കൂട്ടക്കുരുതി ചെയ്യുവാൻ മാത്രം കുടുത്ത അല്ലെങ്കിൽ സങ്കുചിതമായ ദുഷ്ടമനസ്സിന്റെ ഉടമകളാണ് മുസ്ലിങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുമ്പോൾ മുസ്ലിങ്ങളുടെ വേദന നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കണം. നമുക്ക് വേദനയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ ഇഷ്ടമാണ് നമുക്ക്. നമ്മളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ചോരയേക്കാൾ, നമ്മുടെ പേരമക്കളെക്കാൾ, നമ്മുടെ എന്തൊന്നിനേക്കാളും നമുക്ക് ഇഷ്ടമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നാളെ അർശിന്റെ ചുവട്ടിൽ പോലും ദീർഘമായി സുജൂദ് ചെയ്ത് അതേ മാനവരാശിയെ വിചാരണക്കെടുക്കുവാൻ വേണ്ടി പ്രവാചകൻ പടച്ചറപ്പിന്റെ മുന്നിൽ ദീർഘമായി സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകും, യാ മുഹമ്മദ് മുഹമ്മദ്, നീ നിന്റെ തലയുയർത്തുക, നീ ശുപാർശ പറയുക, നിന്റെ ശുപാർശ പരിഗണിക്കപ്പെടും. അള്ളാഹുവിന്റെ മുന്നിൽ അർശിന്റെ ചുവട്ടിൽ വെച്ച് തലയുയർത്തിയ റസൂലുള്ളാഹ് ആദ്യം സ്വന്തം കാര്യമല്ല അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത്, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്ന് അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ പ്രവാചകനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? ആ പ്രവാചകമുത്തിനെ എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? ഇഷ്ടമാണ് നമുക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുത്തുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിം മനസ്സുകൾക്ക് സങ്കടമുണ്ടാകും, വേദനയുണ്ടാകും, കൽബ് പടയും, കണ്ണു നിറയും. പക്ഷേ ആ കൽബ് പടച്ചലും കണ്ണു നിറയലും കൊണ്ട് അതേ സർവായുധ സജ്ജരായി വിമർശിക്കുന്നവന്റെ തലവട്ടലും അവന്റെ കൈവട്ടലും അവന്റെ കഴുത്തറുക്കലും പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല. എക്കാലഘട്ടത്തിലും പ്രവാചകനെ വിമർശിച്ച ആളുകൾക്കെതിരെ പ്രമാണബദ്ധമായി മറുപടി പറഞ്ഞ ചരിത്രമാണ് അതേ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം. അത് എക്കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. മലയാള മണ്ണിൽ സനാഉല്ലാ മക്തി തങ്ങൾ നിർവഹിച്ച ദൗത്യം, കേരളക്കരയിൽ പോലും പ്രവാചകനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള പ്രവാചകത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ദൈവികത പോലും വെല്ലുവിളിച്ചുകൊണ്ട് എത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. യുക്തിവാദികളുടെ അവരുടെ തലവട്ടാനും അവരുടെ നെഞ്ചകം പിളർക്കാനും ഒരു കേരളത്തിലൊരു മുസ്ലിം പണ്ഡിത നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും ആഹ്വാനം ചെയ്തില്ല. മറിച്ച് അവരുടെ ലേഖനങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ വിമർശനങ്ങൾ നേരിട്ടു നമ്മൾ ചരിത്ര വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട്, പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മറുപടികൾക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ ഈ പറയുന്ന ബുദ്ധിജീവികൾ അവരുടെ എല്ലാ അർത്ഥത്തിലും പരാജയത്തിന്റെ കൈപ്പുനീര് അനുഭവിച്ച ചരിത്രം മലയാള മണ്ണിനുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെരുവുകളിൽ പ്രകോപിതരായി ഇറങ്ങി കലാപകാരികളാക്കി തീർക്കണം നമ്മെ എന്നതാണ് തൽപര കക്ഷികളുടെ ലക്ഷ്യവും അജണ്ടയും. അതിലേക്ക് പോകാതെ പ്രമാണബദ്ധമായ നിയതമായ മാർഗത്തിലൂടെ പ്രതികരിക്കാനും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പക്വതയോടെ പാകതയോടെ മറുപടി പറയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് ഇസ്ലാമിനെതിരെ കടന്നു വരുന്ന വ്യത്യസ്തങ്ങളായ വിമർശനങ്ങളിൽ ഒന്ന്, അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, യുദ്ധത്തടവുകാരെ, ബന്ദികളെ കടുത്തറുത്തു കൊല്ലുന്ന ചില ചിത്രങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എല്ലാവരുടെയും കടുത്തറുക്കാൻ പഠിപ്പിച്ച ഒരു മതമാണോ? ബന്ദികളോടുള്ള ഇസ്ലാമിന്റെ നിലപാടും സമീപനവും എന്താണ്? ഈ പറയുന്ന ISIS ഭീകരവാദികൾ ചെയ്യുന്നതെല്ലാം ഇസ്ലാമിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണെന്നെങ്കിൽ ഏത് രംഗത്ത് ഏതെല്ലാം തലങ്ങളിലാണ് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ എന്നുപോലും ആളുകൾക്കിടയിൽ വിശദീകരിക്കാനോ അതിനുപോലും തയ്യാറാകാതെ തങ്ങളുടെ താല്പര്യ പൂർത്തീകരണത്തിന് വേണ്ടി പല അർത്ഥത്തിലുള്ള ഒളി അജണ്ടകളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നാൽ ബദറിലെ യുദ്ധ തടവുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുയായികൾ എങ്ങനെ പെരുമാറി? ബദറിലെ ബന്ദികൾക്ക് മൃദുലമായ റൊട്ടിയും ഈത്തപ്പഴവും മാംസകഷ്ണവും കൊടുക്കുകയും കൊടുത്ത സഹാബിവന്മാർ അത് ഉണക്കക്കാരക്ക വായിലിടുകയും ചെയ്തപ്പോ ബദറിലെ ബന്ദികൾ ചോദിച്ചു, ഞങ്ങൾക്ക് മൃദുലമായ റൊട്ടിയും ഞങ്ങൾക്ക് മാംസകഷ്ണവും തന്ന് നിങ്ങൾ ഈ ഉണക്കക്കാരൊക്കെ കഴിക്കുകയാണോ? അതെ, നിങ്ങളെ പരിഗണിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമെന്ന് ഈ ഒരു ചിത്രവും ചരിത്രവും മുന്നിലുണ്ടായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനും കണ്ണിൽ കണ്ട ആളുകളുടെ എല്ലാം കടുത്തറുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വേദപ്രമാണവും ഒരു പ്രവാചകനുമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ പലയർത്ഥത്തിലും ഉണ്ടാകുന്നു. ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണെന്നുള്ള ശക്തമായ പ്രചരണം ഉണ്ടാകുന്നു. ഏത് ഘട്ടത്തിലാണ് ഇസ്ലാം യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? ഏത് ഘട്ടത്തിലാണ് ഇസ്ലാം യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? 13 കൊല്ലം പ്രവാചകൻ മക്ക കാലഘട്ടത്തിൽ ജീവിച്ചില്ലേ? എന്തുമാത്രം ദുരന്തങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ചല്ലേ അത് ശ്രദ്ധേയരായ സഹാബിവരന്മാരെ ശത്രുക്കൾ കുത്തിക്കൊന്നത്? അതിന് സാക്ഷിയായില്ലേ റസൂലുള്ളാഹ്? അവിടെയുള്ള സ്വതന്ത്രരായ അബൂബക്കർ റളിയല്ലാഹു അടക്കമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അടക്കമുള്ള ശക്തനായ ധീരനായ അലിയും ഹംസയുമുള്ള ആ സംഘത്തെ സംഘടിപ്പിച്ച് മദീനയിൽ കലാപമുണ്ടാക്കാൻ പോയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ബിലാൽ റളിയല്ലാഹു അടക്കമുള്ള യാസിർ റളിയല്ലാഹു അടക്കമുള്ള ആളുകളെ, ഖബ്ബാബ് ഖുബൈബ് റളിയല്ലാഹു പോലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ സംഘടിപ്പിച്ച് മദീനയിൽ രക്തരൂക്ഷിതമായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ശഅബ് അബീ താലിബിൽ 3 കൊല്ലം പച്ചവെള്ളവും പച്ച ഇലയും തിന്ന് ജീവിക്കേണ്ട ഘട്ടമുണ്ടായ സമയങ്ങളിൽ അതേ ആടുകൾ വിസർജിക്കുന്നത് പോലുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് പോലും അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പിലെ മുഴുവൻ മുസ്ലിങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മദീന എന്ന രാഷ്ട്രത്തിൽ ആഭ്യന്തര കലാപനത്തിന് തിരികൊളുത്തിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു. തന്റെ വിശ്വാസത്തിന്റെ, ആശയത്തിന്റെ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള പലായനം. അവിടെ പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മക്കയിൽ തങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, തങ്ങളുടെ വീട്, തോട്ടങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എല്ലാം, ജംഗമ സ്വത്തുക്കൾ എല്ലാം മക്കയിൽ വെച്ച് മദീനയിലേക്ക് പടച്ചറബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മക്ക വിട്ട അതേ മദീനയിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സർവ്വ സമ്പത്തും കൊള്ളയടിച്ച് സ്വന്തമാക്കി ആ പണം കൊണ്ട് കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന കൊള്ളലോഭം കൊണ്ട് ആയുധ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടി അതേ ആയുധങ്ങൾ കൊണ്ട് മദീന എന്ന രാഷ്ട്രത്തെയും സമൂഹത്തെയും തകർക്കാൻ ഈ പറയുന്ന ഇരുട്ടിന്റെ ശക്തികൾ സർവായുധ സജ്ജരായി വരുന്ന രംഗങ്ങൾ, ഘട്ടങ്ങൾ. എന്ത് ചെയ്യണം മദീനയിലെ ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനാണ്, കാരുണ്യവാനാണ്, എല്ലാ അർത്ഥത്തിലും ധാർമ്മിക ബോധമുള്ളവനാണ്. ഇന്ത്യ ആക്രമിക്കുവാൻ വേണ്ടി ചൈന അരുണാചൽ പ്രദേശത്തിന്റെ ബോർഡർ താണ്ടി വന്നാൽ എന്തു ചെയ്യും ഇന്ത്യയുടെ രാഷ്ട്ര നേതൃത്വം? ഇന്ത്യയുടെ ഭരണ നേതൃത്വം എന്തു ചെയ്യും? എന്ത് വില കൊടുത്തും ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിലെയും പ്രജകളെ സംരക്ഷിക്കാമെന്നത് അവർ ഉഗ്രപ്രതിജ്ഞയെടുത്ത് ഭരണസോപാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. ഈ നാടിനോട്, ഈ നാട്ടുകാരോട്. അത് ഇന്ത്യ ആക്രമിക്കാൻ വരുന്നത് ചൈനയാണെങ്കിലും, ഇനി അതല്ല പാകിസ്ഥാനാണെങ്കിലും, ഇനി സാക്ഷാൽ അമേരിക്കയാണെങ്കിലും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടക്കം ഇന്ത്യയോടൊപ്പം നിൽക്കും. നമ്മൾ വോട്ട് കൊടുത്ത്, ഇന്ത്യക്കാർ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് ഇന്ത്യ ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഇന്ത്യ ഭരിക്കുന്നത് ഭരണ നേതൃത്വത്തിലുള്ളത്, അവരോടൊപ്പം നിന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യയോടൊപ്പം നിൽക്കും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും. അത് പൗരധർമ്മമാണ്, അത് രാഷ്ട്രത്തോടുള്ള കൂറാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂതന്മാരുണ്ട്.
ജൂതന്മാരും മുസ്ലിങ്ങളും അടക്കമുള്ള സമൂഹത്തോട് ആക്രമിക്കാൻ വരുന്ന ആ സമൂഹം, ഇവിടെ നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇല്ല. ആ രാഷ്ട്രത്തെ തച്ച് തകർക്കാൻ സമ്മതിക്കരുത്. നീതിബോധമുള്ള ഭരണാധികാരി ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കണം. അതാണ് ചരിത്രത്തിൽ ബദർ. ആ ബദർ എങ്ങനെ ഭീകരതയാകും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധത്തെക്കുറിച്ച് പറയുന്നു എന്നതാണ് ഒരു മഹാസംഭവമായി. അങ്ങനെയെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് പറയാത്ത ഏത് മതഗ്രന്ഥമാണ് ലോകത്തുള്ളത്? രാമരാവണ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ രാമായണമുണ്ടോ സഹോദരങ്ങളെ? സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ എന്തു ചെയ്യണം? ധാർമ്മിക ബോധമുള്ള ഒരു ഭരണാധികാരി, അതിലുപരി ഒരു ഭർത്താവ് എന്തു ചെയ്യണം? അതേ ശ്രീരാമൻ ചെയ്തുള്ളൂ. അത് പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? അതേപോലെ തന്നെ പാണ്ഡവരും കൗരവും തമ്മിലുള്ള യുദ്ധം, പലതവണ കൗരവർ പാണ്ഡവരെ വഞ്ചിക്കുകയും തരാമെന്ന് പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അർഹപ്പെട്ട ഇന്ദ്രപ്രസ്ഥത്തിന് വേണ്ടി യുദ്ധം നടക്കുന്നു. അതെല്ലാം നടക്കുന്ന അതേ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധം എന്തു വേണം? അർഹമായത് ലഭിക്കുവാനുള്ള സ്വാഭാവികമായ ധാർമ്മികതയുടെ തേട്ടം. അത് വായിച്ചുകൊണ്ടൊരു പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? എന്തിനേറെ ബൈബിൾ പുസ്തകത്തിൽ പോലും ലോത്ത് പ്രവാചകനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അക്രമി വിഭാഗങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അബ്രഹാം പ്രവാചകൻ തന്നെ പട നയിക്കുന്ന വർത്തമാനങ്ങൾ ബൈബിൾ പഴയ നിയമ പുസ്തകത്തിൽ കാണാം. തൻ്റെ ചോരയും കുടുംബക്കാരനുമായി ലോത്തിനെയും അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളെയും സംരക്ഷിക്കുവാൻ അബ്രഹാം പ്രവാചകൻ ചെയ്ത, അല്ലെങ്കിൽ അബ്രഹാം ചെയ്ത നടപടിക്രമം അതിക്രമമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ലോകത്ത് വ്യത്യസ്തങ്ങളായ മതഗ്രന്ഥങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞത് നിരപരാധികളുടെ കടുത്തിറക്കാനല്ല. വഖാതിലു ഫീ സബീലില്ലാഹി ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എപ്പോഴാണ് യുദ്ധം? ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു. നിരന്തര മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അടിച്ചൊതുക്കലുകൾക്കും വിധേയമായ ഒരു ജനത ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ പേരിൽ നിലനിൽപ്പിന് വേണ്ടി, ആദർശത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രതിരോധ വലയങ്ങൾ സൃഷ്ടിക്കുന്നു. അവിടെ പോലും കൃത്യമായ ഒരു ഇമാരത്തിന്റെ നേതൃത്വത്തിൽ മാത്രമേ അതാവൂ. അതല്ലാതെ ഗറില്ല ഗ്രൂപ്പുകളായി തെരുവിലിറങ്ങുകയും കലാപന്തരീക്ഷം സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ പൊതുസ്വത്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യദ്രോഹ നടപടിക്രമങ്ങളും ഫിത്തനയും ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഗൗരവത്തോടെ താക്കീത് നൽകുകയും ചെയ്യുന്നു ഖുർആൻ. ഈ വചനങ്ങൾ കൃത്യമായി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ ഖുർആന്റെ വചനങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചുകൊണ്ടാണ് ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും സമൂഹത്തിൽ ഭീകരവൽക്കരിക്കാൻ, സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പുകമറകളെയും ഇത്തരം ആരോപണങ്ങളെയും തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. എക്കാലഘട്ടത്തിലും വിമർശനങ്ങൾ ഉണ്ടാവാം, എക്കാലഘട്ടത്തിലും ആരോപണങ്ങൾ ഉണ്ടാവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം വരെ എല്ലാ അർത്ഥത്തിലും വിമർശിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളും ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം കൃത്യമായി ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ദൈവികത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണം മാത്രം, വിശുദ്ധ ഖുർആനിൽ ചരിത്രവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ പരാമർശമുണ്ട് എന്ന് വർഷങ്ങളായി എഴുതിവിടുന്ന യുക്തിവാദി ലേഖനങ്ങൾ. അതേ മുഹമ്മദ് നബി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ കിഴക്കുനിന്ന് ഉദിച്ചു, അസ്തമിച്ചു പടിഞ്ഞാറ്. മുഹമ്മദ് എന്ന കാട്ടറബി അല്ലെങ്കിൽ ആട്ടിടയൻ അവരുടെ വർത്തമാനങ്ങളിൽ അദ്ദേഹം വിചാരിച്ചു സൂര്യൻ ചലിക്കുകയാണെന്ന്. ശാസ്ത്രവിരുദ്ധമായ പരാമർശമാണ് മുഹമ്മദ് നടത്തിയത് എന്നാണ് അന്നവർ എഴുതിവിട്ടത്. എന്നാൽ കാലം കഴിഞ്ഞു, ശാസ്ത്രത്തെ മതമായി തൃപ്തിപ്പെട്ട ആളുകൾ അതേ ശാസ്ത്രം തന്നെ തിരുത്തുന്നു. സൂര്യൻ അനങ്ങാപ്പാറയായി ഒരു ഭാഗത്ത് മിണ്ടാതെ നിൽക്കുകയും എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കറങ്ങാണെന്നാണ് ഞാനടക്കം സ്കൂളിൽ പഠിച്ചത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, ഇന്ന് സയൻസ് പറയുന്ന 4 അടിസ്ഥാന ചലനം സൂര്യനുണ്ട് എന്ന, സ്വയം ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ചലനം. 2, സ്വയം ഒന്ന് ഒറ്റ കറക്കം കറങ്ങണമെങ്കിൽ ഭൂമിക്ക് വെറും 24 മണിക്കൂർ മതി. എന്നാൽ 25 ദിവസം വേണം സൂര്യൻ ഒരൊറ്റ കറക്കം കറങ്ങണമെങ്കിൽ. അതേപോലെ തന്നെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം താരാസമൂഹത്തിന് ചുറ്റും ഒന്ന് കറങ്ങി വരണമെങ്കിൽ 3ാമത്തെ ചലനം 25 കോടി വർഷം വേണം. 4, ഈ മഹാപ്രപഞ്ചത്തിന്റെ വികാസം അനുസരിച്ചുകൊണ്ടുള്ള സൂര്യന്റെ ചലനം. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ എന്ന സൂറ യാസീനിലെ വരികളെ അന്വർത്ഥമാക്കുന്ന തലത്തിലാണ് ഇന്ന് ശാസ്ത്രത്തിന് ബോധ്യപ്പെടുന്നു. ശാസ്ത്രം പിന്നിലാണ്, അള്ളാഹുവിന്റെ വരികൾ ഉജ്ജ്വലമായി എത്രയോ മുന്നിലാണ്. കാരണം ഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് പടച്ചറബിന്റെ വർത്തമാനമാണ്.
ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഇത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെതിരെയും വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെ ഉന്നയിക്കുന്ന ആളുകളുടെ തലവട്ടലും കൈവട്ടലും നാവുപിഴുതെറിയലുമല്ല ഇസ്ലാമിക ലോകത്തിന്റെ നിലപാടും ഇസ്ലാമിക പണ്ഡിത സമൂഹം സ്വീകരിച്ച സമീപനങ്ങളും, മറിച്ച് പ്രമാണബദ്ധമായി വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് ഈ വാദങ്ങൾക്ക് വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇസ്ലാമിക ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതാ മുലപ്പാലടക്കം ചർച്ചാ വിഷയമാകുന്നു. ചില ആളുകൾ അടിച്ചുവിടുന്നു സോഷ്യൽ മീഡിയയിലൂടെ. മുലപ്പാല് കൊടുക്കണ്ടെന്ന് ഏതു മതവും പറയണില്ല. ഒരു ഭാഗത്ത് മുലപ്പാലിന്റെ കാര്യത്തിൽ ഈ തങ്ങൾ എങ്ങനെ പറയണമെങ്കിൽ തങ്ങൾക്ക് പ്രചോദനമായ വല്ല ഹദീസും ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല വചനങ്ങളും ഉണ്ടാകും. ഖുർആന്റെ വരികൾ ഒരർത്ഥലുമില്ല. തങ്ങളുടെ വിവരക്കേട് എന്നല്ലാതെ, തങ്ങൾക്ക് ജഹാലത്തുണ്ട് എന്നല്ലാതെ എന്താണല്ലോ പറയുന്നത്? സൂറ ബഖറ 233 ആയത്ത് എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ വരികൾ. അതേ, മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ രീതിയിൽ അമ്മിഞ്ഞ നൽകണം, പൂർണ്ണമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 2 വർഷം കൊടുക്കാം. ഇനി അതല്ല, അവർക്ക് അതിലെന്തെങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അല്പം കുറക്കുകയുമാകാം. പൂർണ്ണമാക്കണമെങ്കിൽ 2 കൊല്ലം കൊടുക്കാം. ആ രംഗത്തുള്ള പഠനങ്ങൾ നടക്കുന്നു. ഇന്നിതാ ഇസ്ലാമിക ലോകത്തെ എക്കാലഘട്ടത്തിലും വിമർശന ബുദ്ധിയോടുകൂടെ തന്നെ നോക്കിക്കണ്ട ലോകത്തിന്റെ മഹാബുദ്ധിജീവികൾ പോലും വിശുദ്ധ ഖുർആൻ നടത്തിയ ആ പരാമർശങ്ങൾ മുന്നിൽ, ആ ശ്രദ്ധേയമായ പരാമർശങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ്. ഒരു ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പുറത്തു വരുന്ന അമ്മിഞ്ഞ കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് അമ്മിഞ്ഞയുടെ അതേ ഒരു വെള്ളയും മഞ്ഞയും കൂടി കലർന്ന നിറമെന്ന് ശാസ്ത്രലോകം പറയുന്നു. അതിൽ ലാക്ടോസ് ഉണ്ട്, ലാക്ടോമൊബീൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളുമുണ്ട്. അവന്റെ തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കുതകുന്ന ഘടകങ്ങൾ വരെ. ഉമ്മാന്റെ മാതാവിന്റെ അമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി ഘട്ടം ഘട്ടമായി നേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവുള്ളൂ. ഈ സമയത്ത് ആ കുഞ്ഞിന് ശക്തമായ രോഗപ്രതിരോധ ശേഷി നൽകുന്നത് പോലും ഈ അമ്മിഞ്ഞയാണ്. ആ രംഗത്ത് അത്ഭുതകരമാണ്, അത്ഭുതമാണ്. ഒരു വല്ലാത്ത പടച്ചറപ്പിന്റെ അനുഗ്രഹവും റഹ്മത്തുമാണ് നമുക്കായി നമ്മുടെ റബ്ബ് ഒരുക്കി തന്നത്. അത് ഈ ചോരപ്പൈതലുകളുടെ ബാധ്യതയെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, എടുത്തു പറയുന്ന ഒരു ഗ്രന്ഥം, എന്ന് ഗൗരവമായി പഠിപ്പിക്കുന്ന, ഇത്ര ക്ലിയർ കട്ടായി പഠിപ്പിക്കുന്ന ഒരു വേദപ്രമാണം പടച്ചറപ്പിന്റെ വേദപ്രമാണമല്ലാതെ, അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇത്ര കൃത്യമായി എടുത്തെടുത്തു പറയുന്ന ശ്രദ്ധേയമായ ഒരു ആദർശം, ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇന്നിതാ ആ രംഗത്തുള്ള പുതിയ പഠനങ്ങളിൽ അമേരിക്കൻ പ്രഗ്നൻസി അസോസിയേഷന്റെ ശ്രദ്ധേയമായ സംഘം ലോകത്തോട് പറയുന്നു, ഏറ്റവും ചുരുങ്ങിയത് കുഞ്ഞിന് 6 മാസം അമ്മിഞ്ഞ മാത്രമേ നൽകാവൂ, വേറൊന്നും കൊടുക്കരുത്. തങ്ങൾ പറഞ്ഞ് തേനും വെള്ളവും കൊടുക്കാനാ. അമ്മിഞ്ഞ മാത്രമേ 6 മാസം കൊടുക്കാവൂ, വേറൊന്നും കൊടുക്കരുത്. അതാണ് കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലും വേണ്ടത്. പക്ഷെ നമ്മൾ മിൽമയിലേക്കും പല പാക്കറ്റ് പാലിലേക്കും പോയി എന്നുള്ള വേറെ കാര്യം, കൊടുക്കണ്ടെന്നല്ല. പക്ഷേ കുഞ്ഞിനാവശ്യമായ അമ്മിഞ്ഞ അത് കിട്ടേണ്ടതുണ്ട്, അത് കുഞ്ഞിന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ചൊരു മതം. തനിക്ക് അമ്മിഞ്ഞ വേണമെന്ന് അവന് പറയാൻ കഴിയില്ല, ആവശ്യപ്പെടാൻ കഴിയില്ല, കരഞ്ഞുകൊണ്ടല്ലാതെ. ആ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്ന ആ ഇളം പൈതലിന്റെ ആവശ്യത്തെ മനസ്സിലാക്കി ചൂണ്ടുന്നു പടച്ചറബ്. കൊടുക്കണം, നിങ്ങളുടെ ബാധ്യതയാണത്, അവകാശമാണ് ആ ഇളം പൈതലുകളുടെ എന്ന് പഠിപ്പിച്ചൊരു ഗ്രന്ഥം ഏതാണുള്ളത്? തൻ്റെ കുട്ടിക്ക് മാതാവ് അമ്മിഞ്ഞ് നൽകുന്ന സമയത്ത് മാതാവിൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഹോർമോൺ അടക്കം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഓക്സിറ്റോസിൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണാണ് മാതാവും കുഞ്ഞും തമ്മിലുള്ള വല്ലാത്ത ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, വല്ലാത്ത വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സുപ്രധാന ഘടകമെന്ന ശ്രദ്ധേയമായ പഠനങ്ങളും വർത്തമാനങ്ങളും. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ വരികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും അമ്മിഞ്ഞ കൊടുക്കാതെ സൗന്ദര്യം ക്ഷയിക്കുമെന്ന ധാരണയോടെ കേവലം കുപ്പിപ്പാലിൽ ഒതുക്കുന്ന മാതാക്കൾ പെരുകുന്ന വളരുന്നൊരു കാലം. അവർക്കിടയിലാണ് ഇന്ന് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പുതിയ വർത്തമാനങ്ങൾ. അള്ളാഹുവിൻ്റെ വരികൾ എത്ര കൃത്യം! അവരുടെ മക്കൾക്ക് മാതാക്കൾ അമ്മിഞ്ഞ കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇങ്ങനെ കൃത്യമായി ഇളം പൈതലിന് വേണ്ടി അടക്കം സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ വരികൾ. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് അതേ ആളുകളെ ചെറു പൈതലുകൾ അറുകൊല ചെയ്യുന്ന നടപടിക്രമങ്ങൾ, അതേ പ്രശ്നം ജനസംഖ്യാ വർധനവാണ്. ലോകത്ത് മുസ്ലിങ്ങൾ പെരുകുന്നു,
ചില ആളുകൾ പറഞ്ഞു അതേ പന്നി പ്രസവിക്കുന്നത് പോലെ എന്ന് പറയുന്നു. ലോക ജനസംഖ്യയുടെ കണക്കെടുക്കാം, കേരളത്തിന്റെ കണക്കെടുക്കാം, മുസ്ലിം ലോകം വളരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഈ പറയുന്ന പുകമറ പോലെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനങ്ങൾ വളർന്നാൽ, ജനങ്ങൾ കൂടിയാൽ പട്ടിണിയും പരിവട്ടമുണ്ടായി തിന്നാനൊന്നുമില്ലാതെ പട്ടിണി കടന്ന് മരിക്കേണ്ടി വരുമെന്നുള്ള വികൃത ചിന്ത ഉണ്ടാക്കിയത് മാത്സ് ആണ്. കാരണം ലോകത്തിന്റെ ഒരു വമ്പൻ ശക്തിയായി ജനശക്തി വളർന്നു വരുന്നതിന് പേടിക്കുകയാണ് ഇവർ. കഴിഞ്ഞ ഇലക്ഷന്റെ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ പുടിൻ റഷ്യൻ സമൂഹത്തോട് പറഞ്ഞത്, മാതാക്കളോട് പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ പ്രസവിക്കും, എങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ തരാ, AC തരാ, അതേപോലെ തന്നെ ഫ്രിഡ്ജ് തരാ, മിക്സിയും തരാ. അവരുടെ പ്രകടന പത്രികയിൽ ഇറ്റാലിയൻ ഗവൺമെന്റ് പറയാണ്, ഈ പോക്കുപോയ 25-30 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ടെലിഫോൺ ബൂത്തിൽ പോലെ ഇരിക്കാൻ ഇറ്റലിക്കാരനെ കിട്ടൂല, അതുകൊണ്ട് കൂടുതൽ പ്രസവിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതികൾ വരെ തരാം. ഇറ്റാലിയൻ ഗവൺമെന്റ് ലോകത്തെ ഇന്ന് ജനശക്തിയിൽ മുന്നിൽ നിൽക്കുകയാണ്. ചൈനയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ഇതിന് ഭയക്കുന്നുണ്ട് പല ശക്തികളും, പല തൽപര കക്ഷികളും. അള്ളാഹുവിൻ്റെ വരികൾ, അതെ, നമ്മൾ ജനസംഖ്യ വർധനവ് അല്ലെങ്കിൽ ജനങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് തിന്നു തീർക്കാനുള്ള വായും ആമാശയും മാത്രമല്ല അള്ളാഹ് തന്നിട്ടുള്ളത്, ലോകങ്ങളുടെ നാഥൻ നമുക്ക് തന്നിട്ടുള്ളത്. മറിച്ച് കാലത്തിന്റെ കറക്കമനുസരിച്ച് ചിന്തിക്കുവാനുള്ള സിദ്ധവൈഭവമുള്ള ബുദ്ധിയും പ്രവർത്തിക്കുവാനുള്ള കരങ്ങളും ആരോഗ്യവും പടച്ചിറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ ആരംഗത്തുള്ള കാഴ്ചപ്പാട്. അതിന്ന് മാറി പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ, സ്ത്രീധനം കൊടുക്കേണ്ടി വരുമല്ലോ, ലോകം പ്രയാസപ്പെടുമല്ലോ എന്ന് കരുതി മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇളം പൈതകളുടെ കടുത്തിൽ കത്തിവെക്കുക എന്ന തോന്നിവാസത്തെ അരുതെന്ന് വിലക്കുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥം. ലോകത്തൊരു മതഗ്രന്ഥവും ഇത്ര കൃത്യമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. ഇന്ന് മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ സ്കാൾഷൽ എന്ന പേരുള്ള കത്രിക കടത്തിവിട്ട് അവന്റെ ഇളം പൈതലുടെ കൈയും കാലും നെഞ്ചും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയെടുക്കുന്നതിന്റെ പേരാണ് DNC. അഥവാ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇളം പൈതൽ 3, 4, 5 മാസങ്ങളിൽ കഴിഞ്ഞാൽ അതിന് തലയോട്ടി വലിപ്പം വെച്ചാൽ ആ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തലയോട്ടി അടിച്ചു പൊട്ടിച്ച് ചുരണ്ടിയെടുക്കും. ഈ കണ്ണു ചോരില്ലാത്ത കൊടും ക്രൂരതക്ക് പറയുന്ന പേരാണ് DNE. ഈ സമയത്ത് ആ ഇളം പൈതലിന്റെ കയ്യിൽ ഒരു മുട്ടുസൂചി വെച്ച് കുത്തിയാൽ കുട്ടി കൈ ബാക്കിലേക്ക് വലിക്കും വേദന കൊണ്ട്. അവന്റെ കഴുത്തിലും അവന്റെ നെഞ്ചത്തും അവന്റെ കയ്യിലും അവന്റെ മൂക്കിലും അവന്റെ കണ്ണിലും അവന്റെ ഹൃദയത്തിലുമാണ് ഈ കത്തി പോകുന്നത്. കൊന്നുപോകരുത് നിങ്ങളുടെ കുട്ടികളെ, നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ നാമായിരിക്കെ കൊല്ലുകയോ നിങ്ങൾ ചെയ്യുന്നത് കൊടിയ അപരാധം എന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ കൊല്ലരുതേ എന്ന് പറയാൻ പോലും കഴിയാതെ, മൂർച്ചയുള്ള ആ ആയുധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ആ ചോര പൈതലിന് വേണ്ടിയടക്കം സംസാരിക്കുന്നു മാനവികതയുടെ, മനുഷ്യന്റെ വേദന അറിയുന്ന, മനുഷ്യന്റെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ റബ്ബിന്റെ വർത്തമാനങ്ങളാണിത്. ലോകത്തെ ഏത് പ്രമാണങ്ങളിലുണ്ട് ഇത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പടച്ചിറപ്പിന്റെ മാർഗദർശനമാണ്. ആ മഹിതമായ മാർഗദർശനം ജനമനസ്സുകളെ സ്വാധീനിക്കും. ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. 5 ആൾ വന്നാൽ 4 സ്ത്രീകൾ. എന്തുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ അഥവാ തങ്ങളുടേതായ അടിച്ചുപൊളിച്ച ലൈഫിലൂടെ മ്യൂസിക്കിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ജീവിതത്തിനിടയിൽ തങ്ങൾക്ക് കൂട്ടായി ആൺതുണകൾ, വിവാഹമില്ലാത്ത ആൺതുണകൾക്ക് വേണ്ടി താല്പര്യപ്പെടുന്നു അവർ. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോയ മുസ്ലിം ചെറുപ്പക്കാരെ കിട്ടണില്ല. എന്തുകൊണ്ട് അവർ വരുന്നില്ല? അവർ പറഞ്ഞു, ഈ തോന്നിവാസത്തിന് ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് പടച്ചോനെ പേടിയുണ്ട്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയുണ്ട്, അതുകൊണ്ട് വരില്ല, ഞങ്ങളെ കിട്ടില്ല. ഇവരെ തടയുവാൻ മാത്രം എന്ത് ആദർശമാണത്? എത്ര മാതൃകയാണ് മുഹമ്മദ് നബി മാറി ചിന്തിക്കുന്നു. പഠനങ്ങൾ നടക്കുന്നു. ആ പഠനങ്ങൾ അവരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കുന്നു. വിമൻ എംബ്രൈസിംഗ് ഇസ്ലാം എന്ന ശ്രദ്ധേയമായ ലോകത്തെ കനപ്പെട്ട പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടക്കുന്നത്. അഥവാ ജനമനസ്സുകളിൽ ഇസ്ലാം സ്വാധീനം ചെലുത്തുന്നു. ശാസ്ത്രകാരന്മാരുടെ ബുദ്ധിജീവികൾക്ക് മുന്നിൽ വിശുദ്ധ ഖുർആന്റെ ഓരോരോ പരാമർശങ്ങളും, അത് സൂര്യനെ കുറിച്ചാണെങ്കിലും ചന്ദ്രനെ കുറിച്ചാണെങ്കിലും തേനീച്ചയെ കുറിച്ചാണെങ്കിലും എന്തിനേറെ മനുഷ്യന്റെ ശ്രദ്ധേയമായ തലച്ചോറിനെ കുറിച്ചുള്ള പടച്ചിറപ്പിന്റെ വർത്തമാനങ്ങളാണെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതകരമായ പഠന വർത്തമാനങ്ങളാണെങ്കിലും തൊലിയെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും ലോകം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു. ആ മനസ്സുകൾ വിശുദ്ധ ഖുർആന്റെ വരികൾ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ
പഠിക്കുന്ന ആളുകൾ, അന്വേഷിക്കുന്ന ആളുകൾ, സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാർ, വിശുദ്ധ ഖുർആനിന്റെ പലിശയെ വേരോടെ പിഴുതെറിയുന്ന, ഊഹ കച്ചവടത്തിന്റെ വികൃത ചിന്തകളെ വേരോടെ പിഴുതെറിയുന്ന സുസ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ വർത്തമാനങ്ങൾ കേട്ട് അത്ഭുതം കൂറുന്നു. ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനങ്ങൾ വേണമെന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്നത്തെ കേരളത്തിന്റെ ധനമന്ത്രി പോലും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ആ സവിശേഷത മലയാളി ലോക സമൂഹത്തിന്റെ മുന്നിൽ അതേ മുൻ പ്രധാനമന്ത്രിയാണെങ്കിലും ഇപ്പോഴത്തെ ധനമന്ത്രിയാണെങ്കിലും തുറന്നു പറയുന്നു സാമ്പത്തിക വിദഗ്ധന്മാരുടെ മുന്നിൽ. അത്ര കൃത്യമാണ് പടച്ചിറപ്പിന്റെ വർത്തമാനങ്ങൾ. ഇത് കേവലം മനുഷ്യന്റെ തലയിൽ നിന്ന് ഉയർക്കൊണ്ടതല്ല. പക്ഷേ അതിൽ ഇസ്ലാം ഉള്ളതുകൊണ്ട് അതിനെ ചീത്ത പറയുകയും അതിനെ വിമർശിക്കുകയും അതിനെ വർഗീയവൽക്കരിക്കുകയും അത് തീവ്രവാദമാകുകയും അത് പ്രശ്നമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ താല്പര്യം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം താല്പര്യമുള്ള ആളുകളെ കല്ലെറിയുകയല്ല നമ്മൾ വേണ്ടത്. അത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളെ തെറി വിളിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഇസ്ലാമിക പ്രമാണം ഇതാ, ഖുർആൻ ഇതാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം ഇതാ, ഇസ്ലാമിക സാമ്പത്തിക രംഗത്തെ സവിശേഷത ഇതാ. വിമർശിക്കൂ നിങ്ങൾ, മറുപടി തരാം ഞങ്ങൾ. തെരുവുകളിലാണെങ്കിൽ തെരുവുകളിൽ, കവലകളിൽ, ദൈക്ഷണിക ചർച്ചകളിൽ സ്നേഹത്തിന്റെ, നന്മയുടെ, സമാധാനത്തിന്റെ സൃഷ്ടിപരമായ ചിന്തകളിലൂടെ നമുക്ക് പഠിക്കാം, സംവദിക്കാം, അന്വേഷിക്കാം. തെറി വിളിക്കാനും കല്ലെറിയാനും പൊതു സ്വകാര്യ സ്വത്തുക്കൾ തകർക്കാനും കലാപമുണ്ടാക്കാനും ഞങ്ങളില്ല. അത് ഞങ്ങളുടെ മാതൃകയുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിനോട് കൂറുള്ള, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി സ്വന്തം സമ്പത്തും അതിനുവേണ്ടി സർവസ്വവും സമർപ്പിച്ച കാരണവന്മാർ, അതേ മുജാഹിദ് കാരണവന്മാർ, മുസ്ലിം കാരണവന്മാർ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണെങ്കിലും കൃത്യമായ മാതൃക മുജാഹിദുകൾക്ക് മുസ്ലിം ലോകത്തിന് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗവും മാതൃകയും ഞങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ദൈക്ഷണികമായ സംവാദങ്ങൾ നടക്കട്ടെ. തെരുവിൽ തെറി പറയാനും തെരുവിൽ കല്ലെറിയാനും തെരുവിൽ കൈമുറിക്കാനും തെരുവിൽ നെഞ്ചകം പിളർക്കാനും ഞങ്ങളില്ല എന്ന് പറയാനും ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും ഏതർത്ഥത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഏതർത്ഥത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ആ വിമർശനങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ തകരാതെ, തളരാതെ, പതറാതെ പിടിച്ചു നിൽക്കാൻ ഇസ്ലാമികമായ ഇസ്സത്തോടെ നട്ടെല്ല് നിവർത്തി തലയുയർത്തി ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സവിശേഷമായ ആശയത്തെ പഠിക്കുന്നവർക്ക് മുന്നിൽ, അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ, സാധാരണക്കാരന്റെ ഹൃദയങ്ങളിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ പകർന്നു നൽകാൻ മുവഹിദുകൾക്ക് കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിക ആദർശബോധമുള്ള മുസ്ലിം സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. അത്തരം ഗൗരവമായ കനപ്പെട്ട ചിന്തകളിലൂടെ കടന്നു പോവാൻ നമുക്ക് കഴിയണം. അതിനുള്ള മനസ്സും ഈമാനും നൽകി അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.